വണ്ടി നേരെ പറമ്പ് വന്ന് ഇടിച്ചെന്നല്ലേ. അത് ആക്സിഡന്റില് വണ്ടി 2-3 തവണ കറങ്ങിന്നാണ് പറയുന്നത്. കറക്റ്റ് നേരെ പോവാന്നെങ്കിൽ താഴെ കുഴിയിലാണ് പോയി മറിഞ്ഞാനെ. ഇത് എന്തോ ഭാഗ്യത്തിൽ ഈ വന്നോണ്ട് ഇവിടെ ഇടിച്ച് നിന്ന്. ഡ്രൈവറെ ഫ്രണ്ട് വെട്ടിപ്പൊളിച്ച് നിയന്ത്രണം വിട്ട കാറ് വന്ന് ഇവിടെ ഇടിക്കുകയും ഈ ഇടിച്ചിട്ട് വണ്ടി അപ്പുറത്ത് പോയി. കാറുകാരൻ ഉറങ്ങിപ്പോയതാണ്, കാറിന്റെ ഡ്രൈവർ. അപ്പോൾ എന്തായാലും ബസ്സിൽ ഡയറക്റ്റ് ആയിട്ടുള്ള ഇടിയായിരുന്നു. ബസ് പുനലൂരിൽ നിന്ന് ഇങ്ങോട്ട് പത്തനംതിട്ടയ്ക്ക് പോകുമായിരുന്നു. കാറ് മലപ്പുറത്ത് നിന്ന് വന്നതാണ്. അപ്പോൾ കാറുകാരൻ ഉറങ്ങിപ്പോയതാണ്, കാറിന്റെ ഡ്രൈവർ ഉറങ്ങിപ്പോയതാണ് പറയുന്നത്. അപ്പോൾ എന്തായാലും ബസ്സിൽ ഡയറക്റ്റ് ആയിട്ടുള്ള ഇടിയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ ബസ് ഇടിച്ച് റൈറ്റ് സൈഡിലേക്ക് മാറുകയും കാറ് തിരിഞ്ഞു പോവുകയും ചെയ്തു. കാറിലെ ഡ്രൈവർക്ക് കാലിന് നല്ല പരിക്കുണ്ട്, കാലിലും ചെറിയതായിട്ട് തലയ്ക്കും ഒക്കെ പരിക്കുണ്ട്. കാറിൽ ഭാര്യയും ഭർത്താവുമായിരുന്നു തോന്നുന്നു. ചേച്ചിക്ക് നടുവിനെന്തോ ചെറിയ പ്രശ്നമുണ്ട്. കാറ് കുറച്ച് ഓവർ സ്പീഡായിരുന്നു, ഉറങ്ങിപ്പോയെന്നാണ് പറയുന്നത്. നമ്മള് കാറ് വരുന്നതാണല്ലോ, ഡയറക്റ്റ് ഇടിച്ചു കഴിഞ്ഞാണല്ലോ നമ്മൾ സൗണ്ട് കേട്ടാണ് ഇറങ്ങി വരുന്നത്. ഡ്രൈവറെ ഫ്രണ്ട് വെട്ടിപ്പൊളിച്ച് രണ്ട് ബസ്സിന്റെ കാറിന്റെയും ഡ്രൈവർമാരെ നമ്മൾ രക്ഷപ്പെടുത്തിയത്. അത് വണ്ടി വെട്ടിപ്പൊളിച്ചിട്ടാണ്, കയർ കെട്ടി വലിച്ചിട്ടാണ് ഞങ്ങൾ ആളുടെ ഡ്രൈവറിനെയും 2 ഡ്രൈവർമാരെയും വെളിയിൽ ഇറക്കുന്നത്. ബസ് മതിലേക്ക് ഇടിച്ച് കയറുകയാണ്. കാറ് മലപ്പുറത്തുനിന്ന് വന്നതാണ് അവർ. അത് ആക്സിഡന്റില് വണ്ടി 2-3 തവണ കറങ്ങിന്നാണ് പറയുന്നത്. നമ്മളാ ഈ പുനലൂന്ന് വരുന്ന വഴിയാ, അതുകൊണ്ട് ഈ വാഴത്തപ്പേണ്ട ഇവിടെ ആളിനെ ഇറക്കാൻ വേണ്ടി ആ സൈഡ് തന്നെ വന്നേ. എന്തോ ഒരു സൗണ്ട് കേട്ട് നമ്മൾ എന്തോ അറിയുന്നില്ല. പിന്നെ നോക്കുമ്പോഴത്തേക്ക് ഈ ഡ്രൈവർ ഡ്രൈവ് സീറ്റ് വലത്തോട്ട് പിടിക്കുന്നേ കാണുന്നത്. വണ്ടി വലത്തോട്ട് അങ്ങ് പോവുക. പിന്നെ തിരിഞ്ഞ് എപ്പോഴത്തേക്ക് കറക്റ്റ് നേരെ പോകാന്നെങ്കിൽ താഴെ കുഴിയിലാണ് പോയി മറിഞ്ഞാനെ. ഇത് എന്തോ ഭാഗ്യത്തിൽ ഈ വന്നോണ്ട് ഇവിടെ ഇടിച്ച് നിന്ന്, അല്ലെങ്കിൽ വണ്ടി മറിഞ്ഞാനെ. പിന്നെ നമ്മൾ നോക്കുമ്പോഴാണ് ഈ കാർ ഇവിടെ കിടക്കുന്നതാണെന്ന്. അപ്പോഴാ ആളുകൾ അപ്പോൾ ഈ ഇവിടെ നിന്നൊരു ചേച്ചി പറയുകയും ചെയ്തു കാറ് നേരെ കയറി ആ സൈഡ് നേരെ കയറി വന്നതാ. അത് മാത്രമേ പിന്നെ നമുക്കൊന്നും കാണാൻ ഒക്കുന്നില്ല. പക്ഷേ സത്യമായ വണ്ടി ഇടിച്ച് നല്ല നേരെ മാറി വണ്ടി മറിഞ്ഞാനെ. ഇത് ഇവിടെ തട്ടി നിന്നതുകൊണ്ട് പിന്നെ യാത്രക്കാർ 7 പേരുണ്ടായിരുന്നു. ഡ്രൈവർ എന്നിട്ട് ഈ സ്റ്റിയറിംഗിൽ നിന്ന് പിടുത്തം വിടാതെ പോയതുകൊണ്ടാണ് ഇവിടെ കയറി തട്ടിയത്. ഡ്രൈവർക്ക് ഇച്ചിരി ഗുരുതര കാറിന്റെ എല്ലും ഇത് മസിലൊക്കെ ഇവിടെ ഒന്ന് മെഡിക്കോളെ കൊണ്ടുപോയേക്കുവാ. ഈ കാറിലെ ഡ്രൈവറെയും കൊണ്ടുപോയേക്കുവാ. എന്തോ ഡ്രൈവർ പേര് അല്ലാലും കോക്കാടുള്ള ഇത് വേറെ ഇവിടെ ഒരാളിനെ ഇറക്കാൻ വേണ്ടി പതുക്കെ വരുമല്ലേ. വന്നപ്പോൾ ആ സൈഡ്, ആ ഇടിച്ച സൈഡ് കാണാം, അവിടെ സാധനം കിടക്കുന്ന കാണാം, അവിടെ വന്ന് ഇടിച്ചത്. ഈ വണ്ടി ഇങ്ങനെ ഏതാ നമ്മളിൽ അല്ല ഇങ്ങനെ വരുന്നതാണ്. ഇതിൽ ഇയാൾ ചവിട്ടിയ ഇയാൾ വന്നേന്ന് പറഞ്ഞു. വണ്ടി നേരെ പറമ്പ് വന്ന് ഇടിച്ചെന്നല്ലേ. നമ്മൾ ശ്രദ്ധിക്കുന്നില്ലല്ലേ, കാര്യം നമ്മുടെ സൈഡിൽ ശ്രദ്ധിക്കുന്നില്ലല്ലേ. ഒരു സൗണ്ട് കേട്ടോണ്ട് ഞാൻ പിന്നെ നോക്കുമ്പോൾ ഞാൻ മറിഞ്ഞു വീണു. പിന്നെ നോക്കി വണ്ടി വലത്തോട്ട് പോവുക. വലത്തോട്ട് ഈ മതിലയിലോട്ട് പോകുന്നേ കണ്ട്. പിന്നെ കാണുന്നത് ഇയാളുടെ പുറത്തെല്ലാം കൂടെ ഇയാൾക്ക് അനങ്ങാൻ നോക്കാത്ത അവസ്ഥയായി ഡ്രൈവർക്ക് എന്ന് പറഞ്ഞാൽ. എന്നിട്ടും അയാൾ അത്രയും പോയത് കൊണ്ടാ ഇവിടെ ഇടിച്ചു. അല്ലെ താഴെ നേരെ പോവില്ലയോ. ഈ ഒരു ആഘാതം നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത, നമ്മൾ ജീവിതത്തിൽ ഇത് കാണാത്ത രീതിയിലുള്ള ഒരു അപകടമാണ് ഇവിടെ ഉണ്ടായത്. ആ നിയന്ത്രണം വിട്ട കാറ് വന്ന് ഇവിടെ ഇടിക്കുകയും ഈ ഇടിച്ചിട്ട് വണ്ടി അപ്പുറത്ത് പോയി പിന്നെ കറങ്ങി തിരിഞ്ഞാണ് വണ്ടി നിയന്ത്രണം വിട്ട് അപ്പുറത്ത് പോയത്. പക്ഷേ ഈ നമ്മളെ ഭയങ്കര ഒരു ദാരുണമായ ഒരു ആക്സിഡൻ്റാണ് ഇവിടെ ഉണ്ടായത്. ഇവിടുത്തെ ചെറുപ്പക്കാരായ 2 കുട്ടികൾ നല്ല ഒരു വണ്ടി പൊളിച്ചെടുത്താണ് അവർ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയത്. പിന്നെ ബസ് ഡ്രൈവർക്കും കാലിന് സീരിയസ് ആയിട്ട് അവർ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്.